സംസ്ഥാന സർക്കാരിന്റെ മാതൃകാ പദ്ധതിയായ ലൈഫിലൂടെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസമായത് 4,22,000 നിർധന കുടുംബങ്ങളാണ്. 2017 ലൈഫ് പദ്ധതി ആരംഭിച്ചത്. 5,29,000 കുടുംബങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭവന പദ്ധതിക്കായി കണ്ടെത്തി. ശേഷിക്കുന്ന 1,06,624 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. ഗുണഭോക്താക്കളിൽ 16,000 പേർ അതിദരിദ്രരാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീട്, 67,407. കുറവ് പത്തനംതിട്ടയില് 16,344 വീടുകൾ. കൂടുതൽ വീടുകൾ പൂർത്തിയായത് കണ്ണൂരിലാണ്, 83.80%. കുറവ് പത്തനംതിട്ടയിലുമാണ്, 75.23%. കണ്ണൂരിന് പിറകിലായി ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, വയനാട് ജില്ലകളിലാണ് നിർമ്മാണം പൂർത്തിയായി വരുന്നത്. വീടും സ്ഥലവുമില്ലാത്തവർക്കായി 6 ഫ്ളാറ്റുകളും കൈമാറി. 22 ഫ്ളാറ്റുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. ഏകദേശം 21 ഏക്കർ സ്ഥലമാണ് വ്യക്തികളും സംഘടനകളും സംഭാവന ചെയ്തത്. കേന്ദ്ര ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയും ലൈഫും സംയോജിപ്പിച്ചാണ് തുക അനുവദിപ്പിക്കുന്നത്. കേരളത്തിന്റെ 2.5 ലക്ഷം, കേന്ദ്രത്തിന്റെ 1.5 ലക്ഷം. ഇതിൽ നഗരങ്ങളിൽ 2 ലക്ഷം തദ്ദേശ സ്ഥാപനവും 1.5 ലക്ഷം കേന്ദ്രവും നൽകും. 50,000 രൂപ സംസ്ഥാനവും. പഞ്ചായത്തുകളിൽ കേന്ദ്ര വിഹിതം 72,000 രൂപയാണ്. ഇവിടെയും 4 ലക്ഷമാണ് നൽകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കുറവാണെങ്കിൽ വായ്പ അനുവദിച്ച് തനത് ഫണ്ടിൽ ഇത് കുറവ് ചെയ്യും. 4 ഗഡുവായിട്ടാണ് തുക അനുവദിക്കുന്നത്. കരാറാകുമ്പോൾ 40,000, ബേസ്മെന്റ് കഴിഞ്ഞാൽ 1,60,000, ലിൻഡൽ പൂർത്തിയാകുമ്പോൾ 1 ലക്ഷം, മേൽക്കൂര കഴിഞ്ഞാൽ 1 ലക്ഷവും നൽകും. ലൈഫ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ട ഏറ്റവും വലിയ അഴിമതി റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട പണയിടപാടിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ ലംഘനം നടന്നതായി അനിൽ അക്കര MLA CBIക്ക് നൽകിയ പരാതിയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് CBI കേസെടുത്തു. 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9 കോടിയുടെ അഴിമതി നടന്നുവെന്നായിരുന്നു ആരോപണം. ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ വിജിലൻസ് അന്വേഷണത്തിനായി സർക്കാർ ഉത്തരവിട്ടിരുന്നു. വടക്കാഞ്ചേരിയിൽ 2.17 ഏക്കറിൽ 140 ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 2019 ജൂലൈ 11 റെഡ് ക്രസന്റുമായി ധാരണയിലെത്തിയിരുന്നു. ഇന്ത്യൻ വിദേശ നാണ്യ വിനിമയ നിയമപ്രകാരം വിദേശ രാജ്യങ്ങളുമായുള്ള സംസ്ഥാനങ്ങളുടെ കരാറിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഈ അനുമതി ഇല്ലാതെ കരാറുണ്ടാക്കാൻ കോൺസുലേറ്റിനും പദ്ധതിയുടെ നിർമ്മാണ കമ്പനിയായ യൂണിടാക്കിനും അധികാരമില്ല. നിലവിലെ ധാരണാപത്രത്തിന്റെ ചട്ടപ്രകാരം സംസ്ഥാന സർക്കാരും റെഡ് ക്രസന്റും ചേർന്നാണ് നിർമ്മാണ കരാറുകാരനെ തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ ധാരണാപത്രവും നിയമവും ഒക്കെ മറികടന്ന് യൂണിടാക് എന്ന കമ്പനിക്ക് നിർമ്മാണ കരാർ നൽകി. കോൺസുലേറ്റ് ജനറലും യൂണിടാക്കുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. നിലവിലുണ്ടായിരുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ട കേരള സർക്കാരോ സർക്കാർ ധാരണയിലെത്തിയ റെഡ് ക്രസന്റോ ഈ നിർമ്മാണ കരാറിൽ കക്ഷിയായിരുന്നില്ല. ഏതായാലും ആ കേസ് ഇപ്പോഴും CBI അന്വേഷണത്തിലാണ്.